യെസ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകകപ്പ് ഇങ്ങനെ ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ 6:30 കണ്ടത് അർജന്റീനയുടെ മത്സരമാണ്. അതിൽ മെസ്സി 3 ഗോൾ അടിച്ച് ഹാട്രിക്ക് നേടി അർജന്റീനയെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച മത്സരം. പക്ഷേ എല്ലാവരും കാത്തിരുന്നത് രാത്രി 10:30 പോർച്ചുഗലിൻ്റെ മത്സരമായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലും ഒന്നും സംഭവിച്ചില്ല. റൊണാൾഡോയിൽ നിന്ന് മാജിക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ റൊണാൾഡോയ്ക്ക് പന്ത് പോലും കാലിൽ കിട്ടിയില്ലാത്ത ഒരു അവസ്ഥയായിട്ട് നീങ്ങി. ഒരു പക്ഷേ ആ മത്സരം എന്താ പറയുക, ഒരു സമനിലയിലൊക്കെ നീങ്ങി പോകേണ്ട ഒരു മത്സരമായിരുന്നു എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു മത്സരം. കോങ്കോ കൃത്യമായിട്ട് പോർച്ചുഗലിനെ തടുത്തിരുന്നൊരു കാഴ്ചയും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരമായിരുന്നു. അത് ഗോളടിയായിരുന്നു. 4-2 ഇംഗ്ലണ്ട് അങ്ങനെ അവരുടെ ഈ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ അങ്ങനെ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സമാധാന കരാറിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കരാർ യാഥാർത്ഥ്യമായെന്നാണ് ട്രംപ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഉണ്ട്. ED എങ്ങനെയാണ് വീണ വിജയൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം മുന്നോട്ട് പോവുക എന്നെ സംബന്ധിച്ചുള്ള കാരണങ്ങളും കൂടി വ്യക്തമാക്കണം. എന്തായാലും തലക്കെട്ടുകളിലേക്ക് പോകാം. ഇറാൻ അമേരിക്ക കരാർ യാഥാർത്ഥ്യമായെന്ന് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പിട്ടത് ഫ്രാൻസിൽ വെച്ച്. ഹോർമുസ് ഉടൻ തുറക്കും. ആണവായുധം വികസിപ്പിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചെന്നും ട്രംപ്. വിജയക്കൊടി പാറിച്ചെന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച ട്രംപ്. മോദി ചെലുത്തുന്നത് നിർണായക സ്വാധീനം. ആരെങ്കിലും ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നും ട്രംപ്. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോങ്കോ. ഗോൾ അടിക്കാതെ റൊണാൾഡോ. ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ഹാരി കെയ്ന് ബ്രേസ്. മാസപ്പടി കേസിൽ വീണ ടി ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച് നടപടികളിൽ നിന്ന് ED. CMR ലെക്സാലോജി കരാർ രേഖകൾ EDക്ക് കൈമാറിയെന്ന് സൂചന. SFIO ശേഖരിച്ച 134 രേഖകൾ ഇന്ന് EDക്ക് നൽകും. ആലപ്പുഴ ബീച്ചിലെ കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ ഗുരുതര മലിനീകരണമെന്ന് സ്ഥിരീകരിച്ച തുറമുഖ വകുപ്പ്. കാർണിവൽ നടന്ന ഭാഗത്ത് മണ്ണ് മലിനപ്പെട്ടു. കോളിഫോം സാന്നിധ്യമുള്ള സ്ഥലത്തെ ജലം അണുനശീകരണം നടത്താതെ മണ്ണിലേക്ക് ഒഴുക്കുന്ന ദൃശ്യം ന്യൂസ് 18. ലോകകപ്പ് ആവേശം. ഫിഫ ലോകകപ്പിൽ വിജയത്തോടെ തുടങ്ങാനിറങ്ങിയ പോർച്ചുഗലിന് സമനിലക്കുരുക്ക്. 56 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് കളിച്ച DR കോങ്കോ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചു. ലോകകപ്പിലെ ആദ്യ ഗോളും ആദ്യ പോയിന്റും നേടി കോങ്കോ ചരിത്രം എഴുതുകയും ചെയ്തു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിറം മങ്ങിയതാണ് പോർച്ചുഗലിന് തിരിച്ചടിയായത്. അതേസമയം കരുത്തരുടെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഉജ്ജ്വല വിജയം സ്വന്തമാക്കി. ഹാരി കെയ്ൻ്റെ ഇരട്ട ഗോൾ മികവിൽ 2-4 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തകർത്തത്. എൽദോ ഉണ്ട് വിശദാംശങ്ങളുമായി. എൽദോ, ആദ്യം പോർച്ചുഗലിൻ്റെ മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും റൊണാൾഡോ ഫ്രെയിമിൽ പോലും ഇല്ലാതിരുന്ന സാഹചര്യം. രണ്ടാം പകുതിയിൽ 2-3 അവസരങ്ങളൊക്കെ കിട്ടി. അതും ഹാഫ് ചാൻസസ് ആയിരുന്നു. അത് റൊണാൾഡോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മെസ്സിക്ക് ഹാട്രിക്കും കൂടെ കിട്ടിയിരുന്ന സാഹചര്യത്തിൽ. ലയണൽ മെസ്സിയും എംബാപ്പയും തകർത്ത് വാരിയ ഒരു ലോകകപ്പിന് ആദ്യ മത്സരത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ നിറമങ്ങിപ്പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 67-71 മിനിറ്റുകളിൽ ഏറെക്കുറെ ഗോളെന്നുറപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ള ഒരു താരത്തിന് ഹാഫ് ചാൻസസ്, അത് പകുതി അവസരങ്ങൾ പോലും അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്നതിൽ ഗംഭീരമാക്കുന്ന റൊണാൾഡോ പക്ഷേ ഇന്നലെ അതിൻ്റെ 7 അയലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ പോർച്ചുഗലിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോമില്ലായ്മ, അതിനേക്കാൾ ഉപരി മിഡ്ഫീൽഡ്, യൂറോപ്യൻ ഫുട്ബോളിലെ ഇപ്പോഴത്തെ ഫോം പരിശോധിച്ചാൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് പോർച്ചുഗലിൻ്റെതാണ് എന്ന് വാഴ്ത്തപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ നിറം മങ്ങിപ്പോകുന്ന സാഹചര്യം. ബ്രൂണോ ഫെർണാണ്ടസ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു മിഡ്ഫീൽഡ് എഞ്ചിനായി വർത്തിക്കാത്തതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് പോർച്ചുഗലിന്. കാര്യമായി മുൻമേറ്റത്തിലേക്ക് പന്തെത്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി മിഡ്ഫീൽഡർമാർക്ക്. അതാണ് പോർച്ചുഗലിൻ്റെ പതിവ് കളിശൈലി തന്നെ മാറ്റിക്കൊണ്ടാണ് ഇന്നലെ കോങ്കോയ്ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയത്. കോങ്കോ ആവട്ടെ ചരിത്രം എഴുതുകയായിരുന്നു. ലോകകപ്പിൽ ആദ്യമായി അവർ ഗോൾ നേടി.
നേടി. ആദ്യമായി അവർ പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ പോർച്ചുഗലിനെതിരെ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെതിരെ അവർ ഒരു പോയിന്റ് നേടി സമനില പിടിച്ചു എന്നുള്ളതാണ്. ഇനി ഈ മത്സരത്തിന്റെ ഗോൾ ടൈം നോക്കിയാൽ ആദ്യം തന്നെ പോർച്ചുഗലിന്റെ ആക്രമണത്തോടു കൂടിയാണ് തുടങ്ങിയത്. പോർച്ചുഗലിന്റെ ആക്രമണത്തിൽ ആദ്യം കോങ്കോ ഭയക്കുകയും ചെയ്തു. അത് തന്നെ മുതലെടുത്ത് പോർച്ചുഗൽ വളരെ വേഗത്തിൽ 5-ാം മിനിറ്റിൽ തന്നെ അവർ സ്കോർ ചെയ്യുകയും ചെയ്തതാണ്. ജാവോ നെവസിന്റെ ഗോള് 5-ാം മിനിറ്റിൽ എത്തിയപ്പോൾ എല്ലാവരും കരുതി ഇത് പോർച്ചുഗലിന്റെ ഒരു ഗോൾ വേട്ടയായിരിക്കും, വലിയ തോതിൽ ഗോൾ മഴ പെയ്യുമെന്ന്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോർച്ചുഗലിന് ഒരു തരത്തിലും കോങ്കോയ്ക്കെതിരെ കോങ്കോയുടെ പ്രതിരോധം മറികടന്ന് കടക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ആ പ്രതിരോധ പൂട്ട് പൊളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 67-73 മിനിറ്റുകളിൽ റൊണാൾഡോയുടെ ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ പറന്നു പോകുന്ന കാഴ്ചയായിരുന്നു. അത്രമാത്രം സുപരിചിതമല്ല റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ക്ലിനിക്കലായി ഫിനിഷ് ചെയ്യുന്ന റൊണാൾഡോയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പോരാട്ടം. ഇനി രണ്ടാം മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള പോരാട്ടം അവിടെയായിരുന്നു. ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും. ഇംഗ്ലണ്ട് ഒരു ലോകകപ്പ് വീണ്ടും നേടാമെന്നുള്ള മോഹത്തിൽ എത്തുമ്പോൾ ക്രൊയേഷ്യ അവരുടെ മുൻകാല പ്രകടനങ്ങൾ ആവർത്തിക്കാമെന്ന് കരുതി. പക്ഷേ ലൂക്ക മോഡ്രിച്ചിന്റെ സംഘത്തെ 4-2 കീഴടക്കി ഹാരി കെയ്നും ടീമും. ഹാരി കെയ്നാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. അതൊരു പെനാൽറ്റിയിലൂടെയായിരുന്നു. ആദ്യം എടുത്ത പെനാൽറ്റി അത് ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അത് തട്ടി അകറ്റിയതാണ്. പക്ഷേ ആ ഗോൾ ലൈൻ കടന്ന് മുന്നോട്ട് വന്നിരുന്നു ഗോൾ കീപ്പർ. അതുകൊണ്ട് റഫറി റീടേക്ക് അനുവദിച്ചു. ആ സമയം ലിവാക്കോവിച്ചിനെ മറികടന്ന് ഹാരി കെയ്ൻ അത് ഗോൾ സ്വന്തമാക്കി ഇംഗ്ലണ്ടിന് ആദ്യ ഗോൾ നൽകുകയും ചെയ്തു. പിന്നാലെ 36-ാം മിനിറ്റിൽ ബെട്ടുറീന ക്രൊയേഷ്യയ്ക്ക് സമനില നൽകിയതാണ്. പക്ഷേ അവിടെയും കളി അവസാനിക്കുന്നില്ല. ഒരു 6 ഗോൾ പിറക്കുന്ന പോരാട്ടമായിരുന്നു അത് എന്നുള്ളത് കാണികൾ അപ്പോഴും വിശ്വസിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. 42-ാം മിനിറ്റിൽ ഹാരി കെയ്ൻ തന്നെ ഇംഗ്ലണ്ടിന്റെ ലീഡ് ഉയർത്തുകയും ചെയ്തു. പക്ഷേ ഇഞ്ചുറി ടൈമിൽ ആദ്യ പകുതിയിലെ ആഡ് ഓൺ ടൈമിൽ ക്രൊയേഷ്യ വീണ്ടും സമനില പിടിക്കുന്നു. അവിടെ മൂസ ഗോൾ നേടുകയാണ്. അങ്ങനെ ഒപ്പത്തിനൊപ്പം ഉള്ള പോരാട്ടമായി പ്രതീക്ഷിച്ചു രണ്ടാം പകുതി. രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ട് കസറിയപ്പോൾ അവിടെ റാഷ്ഫോർഡ് 85-ാം മിനിറ്റിലും ജൂഡ് ബെല്ലിംഗാം 47-ാം മിനിറ്റിലും ഇംഗ്ലണ്ടിന് വേണ്ടി സ്കോർ ചെയ്തു. അങ്ങനെ ഒരു ഗോൾ മഴ പെയ്ത 6 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തകർത്താണ് ഗംഭീരമായിട്ടുള്ള തുടക്കമിട്ടത്. ലോകകപ്പിൽ തൊട്ടു മുമ്പ് നടന്ന ഘാന പനാമ മത്സരത്തിൽ ഘാന എതിരില്ലാത്തൊരു ഗോളിന് ജയിക്കുകയും ചെയ്തു. ഹാരി, ഇംഗ്ലണ്ട് ആരാധകരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമും സബ്ബായിട്ട് വന്ന മാർക്കസ് റാഷ്ഫോർഡും ഒക്കെ ഗോളടിച്ച ഒരു ദിവസം. അങ്ങനെ 4-2 ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തു. എൽദുവാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടക്കാല വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വേഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ഇറാൻ വിജയക്കൊടി പാറിച്ചതാണ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീബാഫിന്റെ പ്രതികരണം. یه وقتی بحث شد اون موقع من یک جمله گفتم من با مذاکره مخالف نیستم، موافقم، ولی توجه کنیم با کدوم مذاکره من موافقم؟ با مذاکره‌ای که خودش یک شیوه مبارزه باشه. فرق این دوره مذاکره با دوره‌های قبلی در این هست که این علم پیروزی میدان که دشمنان ما هم گفتن و دوستان ما هم دیدن، ملت ما هم یه عظمت رو دیدن که نیروهای مسلح ما با اینکه واقعاً کم منفعت قلیله بودن نسبت به این دشمن. Mr. President, please, just one question for French TV and the Iran deal. Just one question, please. You signed the deal? You signed the deal? the MOU? It's signed, yeah. You signed? I signed it in Versailles. Why did you sign it? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വി ആർ കാർത്തിക് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കാർത്തിക്, ഇതൊരു പൂർണ്ണ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ മാറുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ധാരണാപത്രം മാത്രമാണോ അതോ ഇത് മൊത്തത്തിൽ ആയിട്ട് നമുക്ക് കണക്കാക്കണോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസവും ട്രംപ് പറഞ്ഞിരുന്നു ഇറാൻ ഇനിയും ആക്രമണം നടത്തിയാൽ നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ. ഹരി, ലോകം ഏറെ ആകാംക്ഷയോടെ 100 ദിവസത്തിലധികം ആയി കാത്തിരിക്കുന്ന ആ സമാധാന കരാർ ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത് എന്നത് ശ്രദ്ധേയമാണ്. G7 ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വേഴ്സേഴ്സ് കൊട്ടാരത്തിൽ നടത്തിയ അത്താഴ വിരുന്ന്. ആ അത്താഴ വിരുന്നിന് ശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ ഒപ്പുവെച്ചത്, അതിൻ്റെ ഹാർഡ് കോപ്പിയിൽ ഒപ്പുവെച്ചത്. ഇത് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനാണ്
ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഇത് ഒപ്പുവെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ചിത്രം ഇറാനും പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും ഏറെ ആകാംക്ഷയോടെ ലോകം കാത്തിരുന്ന ആ കരാർ അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുന്നു. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും വിരാമമാകും എന്ന് ആശ്വസിക്കാം. നമുക്കറിയാം 14 ഇന നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട സമാധാന കരാറാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. സമാധാന കരാറിൻ്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അതിൽ ഏറ്റവും ആദ്യം നടപ്പാക്കാൻ പോകുന്നത് ഹോർമൂസ് പൂർണ്ണമായും തുറക്കുക എന്നതാണ്. ഹോർമൂസ് പൂർണ്ണമായും തുറക്കും. ലോകത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് അത് വലിയ തോതിൽ ആശ്വാസമാകും. ഹോർമൂസ് തുറക്കുന്നതോടെ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും പിൻവലിച്ചു തുടങ്ങും. ഇതോടുകൂടി നിലവിലെ പ്രതിസന്ധിക്ക് വലിയ തോതിൽ അയവ് വരികയും ചെയ്യും. നമുക്കറിയാം ദിശ കപ്പൽ അത് ജൂൺ 15-ന് ഹോർമൂസിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതും ഇന്ന് ഗുജറാത്ത് തീരത്തേക്ക് എത്തിച്ചേരും. അത്തരത്തിൽ ലോകത്തിന് തന്നെ ഊർജ്ജ പ്രതിസന്ധിയിൽ വലിയ തോതിൽ സാമ്പത്തിക ഊർജ്ജ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കരാറ് ഒടുവിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നു. 14 നിർദ്ദേശങ്ങൾ, അതിൽ ഹോർമൂസ് തുറക്കുന്നു. അതിനുശേഷം കപ്പൽ സമുദ്രപാതയിലുള്ള US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കുന്നു. അതിന് പിന്നാലെ ഇറാന് നേരത്തെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ അടക്കം ഘട്ടം ഘട്ടമായി പിൻവലിക്കുക, അതടക്കമുള്ള കാര്യങ്ങളാണ് നടപ്പാവേണ്ടത്. 60 ദിവസം അത് സംബന്ധിച്ച ചർച്ചകൾ വിവിധ തലങ്ങളിൽ നടക്കും. എന്തായാലും 60 ദിവസം ഹോർമൂസിലൂടെയുള്ള സമുദ്ര ഗതാഗതത്തിന് ടോൾ പിരിവ് ഉണ്ടാകില്ല. അതിനുശേഷം എങ്ങനെയാണ് ക്രമീകരണം എന്നത് ചർച്ചകളിലൂടെ തീരുമാനിക്കും. ടോൾ ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒമാനും ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളും അടക്കമുള്ളവരുടെ ചർച്ചയിലായിരിക്കും ടോളിൻ്റെ കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം വരിക. ടോൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. എന്തായാലും എല്ലാ മേഖലയിലും, ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളാണ് ഈ കരാറിൽ ഉള്ളത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കണ്ടറിയണം. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ട പ്രതികരണം വന്നിരിക്കുന്നു. അത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ ഇറാൻ വ്യക്തമാക്കുന്നത് ഇറാൻ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു എന്നാണ്. പലതരത്തിലുള്ള അവലോകനങ്ങൾ നോക്കുമ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയ ആവശ്യങ്ങളൊന്നും നേടിയെടുക്കാതെയാണ് ഈ സമാധാന കരാറിൽ ഒപ്പിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനം റെജീം ചേഞ്ച് ആയിരുന്നു. അതവർക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല. അയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്താൻ സാധിച്ചുവെങ്കിലും ഒരു ഭരണമാറ്റം സാധ്യമായില്ല. മാത്രമല്ല സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന വ്യവസ്ഥ ഈ കരാറിലുണ്ട്. അത് പക്ഷേ ഇറാൻ നേരത്തെ തന്നെ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെ ഇറാൻ വലിയ തോതിൽ വിജയം അവകാശപ്പെടുന്ന കരാർ. ഒപ്പം ട്രംപ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടായാൽ വീണ്ടും ശക്തമായ ആക്രമണം, ഇറാനുമേൽ നരകമഴ പെയ്യും എന്നായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപ് നടത്തിയ പ്രതികരണം. അതിനുശേഷമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിനിടെ കൊട്ടാരത്തിൽ ട്രംപ് ഈ സമാധാന കരാറിൻ്റെ ഹാർഡ് കോപ്പിയിൽ ഒപ്പിട്ടതും എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം 100 ദിവസത്തിലധികമായി ലോകം കാത്തിരുന്ന ആ സമാധാന കരാറിൽ ഇറാനും US ഒപ്പുവച്ചിരിക്കുന്നു. ഹരി, 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം, അതും കഴിഞ്ഞുപോയി. അതിൻ്റെ ഒരു ധാരണാപത്രം ആണ് നിലവിൽ ഒപ്പുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ മോദിക്ക് നിർണായക സ്വാധീനമുണ്ട്. അമേരിക്കയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾ പ്രശംസനീയമാണ്. ഇന്ത്യ ആരെങ്കിലും ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും. ഹോർമുസിൽ ഇന്ത്യൻ നാവികർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന ആവശ്യമായിരുന്നു മോദി മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. മാസപ്പടി കേസിൽ വീണ ടി ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ. CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാറടക്കമുള്ള രേഖകൾ വീണ ഇഡിക്ക് കൈമാറിയെന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇന്ന് ഇഡിക്ക് കൈമാറിയേക്കും. ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, 8.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, EDയുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നുള്ളത് അപ്പോൾ മുതൽ തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ഇപ്പോൾ SFIOയിൽ നിന്നും കിട്ടുന്ന രേഖകൾ കൂടി പരിശോധിച്ച ശേഷം വീണ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ EDയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെ വിലയിരുത്തണം? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇന്നലെ വീണയുടെ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. അതിനുശേഷം അവർ സമർപ്പിച്ച രേഖകളടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ED അവരോട് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ഹാജരാക്കാനായിട്ട്
അവരോടും ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ശേഖരിച്ചത് കൂടാതെ തന്നെ അവർ ചില കാര്യങ്ങൾ അവിടെ ഹാജരാക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി എന്നത് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണാറ്റി സമർപ്പിച്ച രേഖകൾ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഇടവേളകളിൽ അതിൽ പരിശോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ നൽകിയ മൊഴി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കൃത്യമായി അത് വസ്തുനിഷ്ഠമായി പരിശോധിക്കപ്പെടണം. കാരണം ഇ ഡിയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇ ഡി ഒരു ചോദ്യാവലി നൽകിക്കൊണ്ട് അതിൽ ഉത്തരം രേഖപ്പെടുത്തി പോകുക എന്ന രീതിയിലാണ് പോകുന്നത്. അത് പിന്നീട് അവരുടെ ടീം പരിശോധിക്കുക, ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇത് പരിശോധിച്ചുകൊണ്ട് അതിൽ കൊറിയിടുക. അതിൽ വീണ്ടും ചോദ്യങ്ങളുണ്ടാകും, വീണ്ടും അതിൽ രേഖകൾ ആവശ്യപ്പെടും. ഇവർ സമർപ്പിച്ച പല കാര്യങ്ങളിലും രേഖകൾ ആവശ്യപ്പെടും. ഇ ഡിയുടെ പൊതു സ്വഭാവവും ഈ കേസന്വേഷണത്തിൽ മറ്റ് കേസുകളിലുമെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ പൊതു സ്വഭാവവും സ്വാഭാവിക നടപടിയുമാണ്. ഇത് തന്നെയായിരിക്കും ഇവിടെയും അനുവർത്തിക്കപ്പെടുക. എന്തായാലും ഇന്നലെ ഹാജരാക്കിയ രേഖകളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും വീണ്ടും ഹാജരാകുന്ന കാര്യത്തിലടക്കം, നോട്ടീസ് നൽകുന്ന കാര്യത്തിലടക്കം അതിൽ തീരുമാനമുണ്ടാകുക. വീണ്ടും ഹാജരാകാനുള്ള സാധ്യത തന്നെ, വീണ്ടും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ സജീവമാണെന്ന് തന്നെയാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. ഈ കേസിൽ ഇ ഡി തന്നെ കരുതുന്നത് ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലും ഏറ്റവും നിർണായകമായ നടപടി എന്നെല്ലാം പറയുന്നത് വീണാറ്റിയെ രേഖകൾ സമർപ്പിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ മൊഴിയെടുത്ത് വീണ്ടും പരിശോധിക്കുക എന്നതെല്ലാം തന്നെയാണ്, അവരുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ്. അതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ തന്നെ തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള മുഴുവൻ സാധ്യതയുമാണ് ഉള്ളത്. പ്രധാനമായും തന്നെയും ഈ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടിൽ ഇതിൻ്റെ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ഇവർ പറയുമ്പോൾ ഇവർ ഈ പണം നൽകിയതിന് കൃത്യമായ കരാർ അനുസരിച്ചാണ് തങ്ങൾക്ക് പണം നൽകിയത്. അതിനുള്ളൊരു വ്യവസ്ഥയുണ്ട്. അതിൽ ഈ ഒരു ഭാഗത്ത് CMR ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ ചെയ്യാത്ത സേവനങ്ങൾക്കായി, ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് ഈ പണം നൽകിയിരുന്നത്, മുഴുവൻ തുകയും അടക്കം നൽകേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്ത് സാങ്കത്യത്തിലാണ്? ഇത് കരാറിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കരാർ പ്രകാരമുള്ള കാര്യങ്ങൾക്കാണ് തങ്ങൾക്ക് പണം വാങ്ങിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ കരാറിനൊരു പൊതു സ്വഭാവം എന്താണ്? ഏത് രീതിയിലാണ് ഈ പണം നൽകാനിടയായ സാഹചര്യം? അത് എങ്ങനെയാണ് ഇവർ അത് വിനിയോഗിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇ ഡി പൊതുവിൽ സംശയിക്കുന്നത് ഇതിൽ ഒരു കള്ളപ്പണ ഇടപാടടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഇ ഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനവും സംശയവുമായിട്ട് ഈ കേസിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ അവർക്ക് ആ രീതിയിലേക്ക് പോകുന്നത് എന്ത് കാരണങ്ങൾ ചൊല്ലിയാണ് എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് ആനുപാതികമായ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം ഇനി പ്രധാനമായും ആ രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഈ തുടർ നീക്കങ്ങളിലാണ് വളരെ സ്പഷ്ടമായി നമുക്ക് പറയാൻ കഴിയുക ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അത് ഇ ഡി അടയാളപ്പെടുത്തുക ചെയ്യും. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ വീണയ്ക്ക് നോട്ടീസ് അയക്കാനും അതോടൊപ്പം തന്നെ ഈ രേഖകൾ പരിശോധിച്ച് അവരെ വിളിച്ചു വരുത്തുവാനുമുള്ള ഒരു സാധ്യതയാണ് വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ഇ ഡി വിളിപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കേസിലെ 1 മുതൽ 25 വരെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പും നടത്തിയിരുന്നു. അൻസിബയുടെ പരാതി അമ്മയിലെ ആഭ്യന്തര തർക്കമെന്ന് പോലീസ് കോടതിയിൽ. 3 മണിക്കൂർ അൻസിബയെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിട്ടില്ല. വനിതാ SI രേഷ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. ഡാനി, അൻസിബയ്ക്കെതിരെ തിരിയുകയാണോ എല്ലാം കാര്യങ്ങൾ? നേരത്തെയുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് വന്നിരിക്കുന്നതിനായ അൻസിബയ്ക്കെതിരായ ആഭ്യന്തര തർക്കം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇടപെടുന്നത്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിലാണ് സാഹചര്യത്തിലായിരുന്നു കോടതിയിലേക്ക് നീങ്ങുകയും എല്ലാം തന്നെ ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ പോലീസ് പറയുന്നത് ഇതാണ്.
എന്തായാലും അൻസിബയുടെ പരാതിയിൽ അമ്മയുടെ ഇത് ആഭ്യന്തര തർക്കം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഒരു ഇല്ല ഡയറക്റ്റ് തുടർന്നോളൂ. ഇത് ഒരു ആഭ്യന്തര തർക്കം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂറോളം അൻസിബയെ തടഞ്ഞു വെച്ചു എന്ന രീതിയിലാണ് ഇവരെല്ലാം ഇതിൽ ബോധിപ്പിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊരു സാഹചര്യം അതിൽ ഉണ്ടായിട്ടില്ല. ഇതിൽ വനിതാ SIക്കെതിരെ വനിതാ SI ആയ രേഷ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം SIയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നത് പറയുന്നു. പക്ഷേ ഈ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്നത് അൻസിബയെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോട് അൻസിബയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. അത് പോലീസ് ശരിവെച്ചിട്ടുണ്ട്. ഈ വാട്സപ്പ് മെസ്സേജിൻ്റെ പേരിൽ അവരുടെ വീട്ടിൽ ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇതൊരു അമ്മയിലെ ഒരു ആഭ്യന്തര തർക്കം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമായും തന്നെ പറയുന്നത്. SIയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും പോലീസ് കോടതിയിൽ പറയുന്നു. എന്തായാലും ഇതിൽ കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അൻസിബയുടെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായിരിക്കുന്നത്. അൻസിബ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തന്നെയും പോലീസ് റിപ്പോർട്ടായിട്ട് നൽകുന്നത്. ഇത് ഒരു ആഭ്യന്തര തർക്കം മാത്രമാണ്. അതിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അൻസിബയുടെ ആക്ഷേപങ്ങൾ പല രീതിയിലുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വനിതാ SIക്കെതിരെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇത് ശരിയായ രീതിയിലുള്ളതല്ല എന്നതാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ അമ്മ സംഘടനയിലെ ആഭ്യന്തര തർക്കം മാത്രമാണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ആഭ്യന്തര തർക്കം മാത്രമാണെന്നാണ് പോലീസ് കോടതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അൻസിബയെ 3 മണിക്കൂറൊന്നും സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ടില്ല എന്നും പോലീസ് കോടതിയിൽ അറിയിക്കുന്നൊരു സാഹചര്യം. SIയുടെ ഭാഗത്തും വനിതാ SI രേഷ്മയുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് കോടതിയിൽ പറയുന്നത്. ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലാ നഗരസഭയിൽ UDFിലുണ്ടായ തർക്കങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. നഗരത്തിൽ പുതുതായി ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കാൻ ഭരണസമിതി സമവായത്തിലൂടെ പ്രമേയം പാസാക്കി. ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു തർക്കത്തിലേക്ക് നയിച്ചിരുന്നത്. ഏറെ കാലത്തിന് ശേഷം UDFിന് ലഭിച്ച ഭരണം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ നിന്നാണ് പ്രശ്നപരിഹാരമായത്. ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ തീരുമാനം വായിച്ച ശേഷം ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നു. ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ നീങ്ങിപ്പെടാൻ എത്രമാത്രം പാടുപെട്ടു? ഇന്നലത്തെ ഈ കൗൺസിൽ യോഗത്തിന്റെ ഏക അജണ്ട ഇത് പാസ്സാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇതൊരു സമവായത്തിന്റെ ഭാഗമായി കോൺഗ്രസുമായുള്ള ചർച്ചയുടെ ഭാഗമായാണ് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കണം, ഓട്ടോ സ്റ്റാൻഡ് പുനഃസ്ഥാപിക്കണം എന്ന നിലപാട് എടുത്തത്. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കണം എന്നതായിരുന്നു പരസ്പര ധാരണ. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്കോ മറ്റൊന്നും തന്നെ പോയില്ല. ഇടതംഗങ്ങളാകട്ടെ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ചെയർപേഴ്സൺ കേട്ടില്ല എന്ന വിമർശനമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഈ വിഷയത്തിൽ ഈ ഓട്ടോ സ്റ്റാൻഡ് നഗരസഭയുടെ സ്ഥലം കയ്യേറിയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ നഗരസഭാ സെക്രട്ടറി ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ നഗരസഭയ്ക്ക് അനുകൂലമായി, അതായത് ഈ ഓട്ടോ സ്റ്റാൻഡിനെതിരെ ഹൈക്കോടതി വിധിയും വന്നതാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് ഈ ഒരു നഗരസഭ തീരുമാനമെടുത്താൽ പിന്നീട് ഓട്ടോ സ്റ്റാൻഡ് സ്ഥാപിക്കാൻ കഴിയും. ആ ഒരു നിയമോപദേശം പരിഗണിച്ചുകൊണ്ട് വീണ്ടും പ്രമേയത്തിലേക്ക് തന്നെ പോയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഓട്ടോ സ്റ്റാൻഡുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതായത് കോൺഗ്രസ് കൗൺസിലറായ ബിജു മാത്യൂസ് ഇടപെട്ടാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് നഗരസഭയുടെ അനുമതിയില്ലാതെ സ്ഥാപിച്ചത്. ഇതാണ് വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും പിന്നീട് പരസ്പരമുള്ള കേസുകളിലേക്കൊക്കെ പോവുകയും ചെയ്തത്. നിലവിൽ ഈ ഒരു ഒരുമിച്ച് പ്രമേയം പാസ്സാക്കാനായി UDFന് എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രശ്നപരിഹാരത്തിന്റെ കൃത്യമായ സൂചനയായി വരുന്നത്. എന്തായാലും ഒരു താൽക്കാലിക പ്രശ്നപരിഹാരം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്വാഭാവികമായി ഇനിയും ഈ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അവിടെയും UDFന്റെ കോൺഗ്രസിന്റെ ഒരു ഫോർമുല അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ നടന്ന കൗൺസിലിന്റെ സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ശ്രീതാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം ജില്ലാ വിഭജനം ചർച്ചയായിരിക്കെ UDF പ്രതിനിധി സംഘം ഇന്ന് ജില്ലയിൽ സന്ദർശിക്കും. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ജില്ല വിഭജിക്കണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് അടക്കം ആവശ്യപ്പെടുന്നത്. എന്നാൽ BJP ഉൾപ്പെടെ സംഘടനകൾ വിഭജനത്തിനെതിരെ രംഗത്തുമുണ്ട്.
അനുമോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, 16-ാം തീയതിയായിരുന്നു ഞാനായിരുന്നു മലപ്പുറത്തിൻ്റെ പിറന്നാൾ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാൻ. അപ്പോൾ മുതൽ തന്നെ ഇങ്ങനൊരു ആവശ്യം, ഇങ്ങനൊരു മുറവിളി ശക്തമായിട്ട് തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നൊരു മാസ്റ്റർ പ്ലാൻ വരെയുണ്ട്, പുതിയ ജില്ല വേണമെന്നൊരു ആവശ്യം ശക്തമാകാനിരിക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ? ഇന്ന് എന്തൊക്കെയായിരിക്കാം സംഭവിക്കുക? ഹരി, ഇന്ന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി UDF-ന്റെ സംഘം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. 2 ദിവസം അവർ ക്യാമ്പ് ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലായതിനാൽ അവർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനും സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ആഴ്ച, ഈ ബജറ്റിന് ശേഷം അടുത്ത ആഴ്ച വീണ്ടും മുഖ്യമന്ത്രിയെ കാണാനുള്ളൊരു നീക്കത്തിലാണ് UDF സംഘമുള്ളത്. നമുക്കറിയാം, മുസ്ലിം ലീഗോ കോൺഗ്രസോ പാർട്ടികൾ എന്ന നിലയിലല്ല ഈ ഒരു വിഭജനം മുന്നോട്ട് വയ്ക്കുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് വികസനം സാധ്യമാകണമെങ്കിൽ പുനഃക്രമീകരണം വേണം എന്ന ഒരു അഭിപ്രായമുണ്ട്. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തുവാൻ ഒരു സംഘത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പുനഃക്രമീകരണം എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ച് മലപ്പുറം ജില്ലാ വിഭജനത്തിലേക്ക് കാര്യങ്ങൾ എത്രമാത്രം സാധ്യമാണ് എന്നത് പരിശോധിക്കുക. തുടർന്ന് അങ്ങനെ ഒരു പഠനം നടത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. BJP ആകട്ടെ മലപ്പുറം ജില്ല മാത്രമായി വിഭജിക്കുന്നതിനോട് യോജിക്കാനാകില്ല, മറിച്ച് ജനസംഖ്യാനുപാതികമായി ഭൂവിസ്തൃത അടിസ്ഥാനത്തിൽ വികസനം സാധ്യമാകണമെങ്കിൽ മറ്റു പല ജില്ലകളും സമാനമായ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ മലപ്പുറവും ആകാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഇതുവരെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഹരി, വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ 5 പോലീസുകാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള SIT അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പിണറായി വിജയന്റെ ഗൺമാൻമാരായിരുന്ന അനിൽ കല്ലിയൂർ, സന്ദീപ് അടക്കമുള്ള 5 പോലീസുകാരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്ക് ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഗൺമാൻ റിംഗ് റൗണ്ട് ഡ്യൂട്ടി നിയമനത്തിലും കോൺഗ്രസിൽ തർക്കം. രമേശ് ചെന്നിത്തലയുടെ റിംഗ് റൗണ്ടിൽ BJP-ക്കാരും CPM-കാരുമെന്നുമാണ് ആരോപണം. പോലീസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിലും രൂക്ഷ വിമർശനമുണ്ട്. CPM BJP അനുഭാവികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായും കോൺഗ്രസ് അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങൾ പറയുന്നു. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, ഈ തർക്കങ്ങൾ കുറച്ചധികം നാളുകളായി തുടങ്ങിയപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ BJP അംഗങ്ങൾ കയറി കൂടുന്നു എന്നതിൽ നിന്നും മാറി ഇപ്പോൾ ഗൺമാൻമാരെ റിംഗ് റൗണ്ട് ഡ്യൂട്ടി നിയമനത്തിൽ അതിലും ഈ തർക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? ചാറ്റ് വലുതും പുറത്തേക്ക് വന്നു. ഹരി, തീർച്ചയായും UDF സർക്കാർ അധികാരത്തിൽ വന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. ഇതിനു മുൻപ് ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിലായിരുന്നു വലിയ രീതിയിലുള്ള വിവാദം ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഗൺമാൻമാരുടെയും റിംഗ് റൗണ്ട് ഓഫീസർമാരുടെയും ആ നിയമനത്തിലടക്കമുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, BJP-ക്കാരും CPM-കാരുമാണ് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിയമനത്തിൽ കൂടുതലായും പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ചാറ്റുകളും, അതായത് വാട്സപ്പ് ചാറ്റുകൾ അടക്കമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് മുൻപും അതായത് പല വിഷയങ്ങളിലടക്കം നിയമനമായിക്കോട്ടെ, പേഴ്സണൽ സെക്രട്ടറി നിയമനമായിക്കോട്ടെ, സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട നിയമനങ്ങളായിക്കോട്ടെ, അതിലെല്ലാം വലിയ രീതിയിൽ UDF സർക്കാർ ഈ ഒരു സമ്മർദ്ദത്തിലായിരുന്നു. അല്ലെങ്കിൽ വിവാദത്തിൽ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ വിവാദത്തിൽ ഉൾപ്പെട്ടത് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പോലീസ് സേനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നം വന്നിരിക്കുന്നത്. പോലീസ് സേനയിൽ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്കകത്ത് തന്നെയാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഈ ഒരു സ്വജനപക്ഷപാതം കാണിക്കുന്നു എന്ന് അല്ലെങ്കിൽ കൃത്യമായ ഒരു നിയമനമല്ല നടത്തിയിരിക്കുന്നത്. അതായത് മന്ത്രിയുമായി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗൺമാൻ നിയമനത്തിലടക്കം കോൺഗ്രസ് സംഘടനയുമായി അല്ലെങ്കിൽ സർവീസ് സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഓഫീസർമാരെ അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂട്ടിയിലടക്കം കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല നിയമനം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ചാറ്റുകൾ തന്നെ വ്യക്തമാവുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനത്തിലും അഡ്വക്കേറ്റ്മാരുടെ സംഘടന അതായത് കോൺഗ്രസ് അനുകൂല സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ലോയർമാരുടെ വാട്സപ്പ് ചാറ്റും ഇതുപോലെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇതിലടക്കം അതായത് തിരികെ കയറ്റൽ നയം, അതായത് കൃത്യമായി അർഹമായിട്ടുള്ള ആൾക്കാരെയല്ല ഈ ഒരു പ്ലീഡർമാരായി നിയമിച്ചിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അത് ഈ ഒരു സംഘടനയ്ക്ക് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള അമർഷവും ഈ ഒരു മന്ത്രിമാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള
ആഭ്യന്തര കലഹത്തിനും വഴിവെച്ചിരുന്നു. എന്തിനായാലും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇത് കാണേണ്ടി വരും. മറ്റ് വിഷയങ്ങളിലടക്കം ഈ ഒരു UDF സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള പല വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ഒരു വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ CPM-കാരും BJP-കാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ കൃത്യമായ ഒരു അവലോകനം നടത്തിയിട്ടില്ല. അതിൽ അനർഹരെ തിരികെ കയറ്റിക്കൊണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഈ ഒരു വാട്സപ്പ് ചാറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളടക്കം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഹരി, യെസ്, വ്യക്തമാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു തർക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉള്ളിലാണ് ഈ തർക്കങ്ങൾ നടക്കുന്നത്. ലിസ്റ്റിൽ CPM-കാരും BJP-കാരും ഉണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഗ്രൂപ്പിൽ ഉള്ളവർ തന്നെ. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടാകുന്നു, ചർച്ചകളുണ്ടാകുന്നു. ഓരോരുത്തരുടെ പേരും നമ്പറും വെച്ചിട്ട് ഇവർ BJP-കാരാണ്, ഇവർ CPM-കാരാണെന്ന് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ ഗൺമാൻമാർ റിംഗ് റൗണ്ട് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് ലീഡറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിന് മുൻപേ ഈ കോൺഗ്രസ് അധികാരത്തിലേക്ക് UDF അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിരുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ചാറ്റും കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ ബീച്ചിലെ കൃത്രിമ വെള്ളച്ചാട്ടം, ആ വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് സംഭവിച്ചിരിക്കുന്നു. ഗുരുതര മലിനീകരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തുറമുഖ വകുപ്പ്. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിക്കുകയാണ്. കാർണിവൽ നടന്ന ഭാഗത്ത് മണ്ണ് മലിനപ്പെട്ടു. കോളിഫോം സാന്നിധ്യമുള്ള സ്ഥലത്തെ ജലം അണുനശീകരണം നടത്താതെ മണ്ണിലേക്ക് ഒഴുക്കുന്ന ദൃശ്യമാണ് ന്യൂസ് 18 ലഭിച്ചത്. നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. പലരിലേക്കും അസുഖങ്ങൾ ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യം. മലിനജലത്തിൽ കുളിക്കുന്ന ആളുകൾ ഉൾപ്പെടെ കണ്ടു, അവർ പോലും അറിയാതെ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയത്. കേട്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അത് പുറത്തുവിട്ടതും ന്യൂസ് 18 തന്നെയായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ ഗുരുതര മലിനീകരണമാണെന്ന് തുറമുഖ വകുപ്പും സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നതും ആ ദൃശ്യങ്ങളാണ്. വണ്ടർ ഫോൾസ് എന്ന ഈ വെള്ളച്ചാട്ടം, ഈ കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ആ വെള്ളം ഒഴുകിയെത്തുന്നത്. ആ വെള്ളത്തിലാണ് മലിനജലം ആണ് അതിലുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുന്നത്. ഈ കാർണിവൽ നടന്ന ഭാഗത്തെ മണ്ണ് മലിനപ്പെട്ടു. അതിലെ കോളിഫോം സാന്നിധ്യമാണ് ഈ സ്ഥലത്തെ ജലം അണുനശീകരണം നടത്താതെ മണ്ണിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിക്കുകയും ചെയ്തത്. എന്തായാലും ന്യൂസ് 18 ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അപ്പോൾ മുതലേ തുടങ്ങിയിരുന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചകളിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഒരു അപ്ഡേറ്റും കൂടെ നീക്കുന്നത്. ഗുരുതര മലിനീകരണമാണ് എന്നുള്ളതാണ് തുറമുഖ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന റിപ്പോർട്ട്. നമ്മൾ കണ്ടതാണ്, കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ശരണ്യ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത് എന്താണ്? തുറമുഖ വകുപ്പ് എന്താണ് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത, അതായത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ബീച്ചിൽ കഴിഞ്ഞ 2 മാസക്കാലമായി നടന്നു വന്ന കാർണിവലുമായി ബന്ധപ്പെട്ട് ഗുരുതര പരിസ്ഥിതി മലിനീകരണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിന്റെ പിന്നാലെ ഇപ്പോൾ അതിനൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം കൂടി ഉണ്ടായിരിക്കുന്നു. തുറമുഖ വകുപ്പ് പുറപ്പെടുവിച്ച കത്താണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് പരിസ്ഥിതി മലിനീകരണം നടന്നു എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴ നഗരസഭയുടെ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള പോർട്ട് ഓഫീസർക്കും ഇതുമായി സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നിയമ നടപടികളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം, അതായത് 2 കേസുകളായി രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലാ കളക്ടറായ ഷാജി വി നായർ അടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്. എന്നാൽ അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ, അതായത് അവിടെ നടത്തിയ കൃത്രിമ വെള്ളച്ചാട്ടത്തിനായി 90 അടി ഉയരത്തിലുള്ള 2 ഭിത്തികൾ പോലുള്ള ഭാഗങ്ങൾ ഒരുക്കിയിരുന്നു.
ഇതിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരികയും ഒപ്പം തന്നെ ജനങ്ങൾ ആ വെള്ളത്തിൽ ടിക്കറ്റ് എടുത്ത് പ്രവേശിച്ച ആളുകൾ ആ വെള്ളത്തിൽ കടക്കുകയും ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ ന്യൂസ് 18 വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന്, അതായത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെയധികം കൂടുതലായിരുന്നുവെന്നും കക്കൂസ് മാലിന്യം കലർന്ന വെള്ളമാണ്, കൃത്യമായ ശുചീകരണം ഇല്ലാതെ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന പ്രദർശനത്തിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിലെത്തിയ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഈ നവമാധ്യമങ്ങളിലടക്കം നിരവധി കുറിപ്പുകൾ വന്നു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി നിൽക്കുന്ന ഗുരുതരമായ ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, അവിടെ സൂക്ഷിച്ചിരുന്ന ഈ വെള്ളം അത് കൃത്യമായ അണുനശീകരണം നടത്തിയ ശേഷം, അതായത് ഈ വണ്ടർഫോൾസ് എന്ന വെള്ളച്ചാട്ടത്തിന്റെ ആ കൃത്രിമമായി നിർമ്മിച്ച ഭിത്തികളുടെ ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന വെള്ളത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള സാമ്പിൾ, അവിടെ ഉണ്ടായിരുന്ന ഭൂഗർഭ ജലത്തിന്റെ സാമ്പിൾ, ഇതാണ് പരിശോധിച്ചത്. ഈ പരിശോധനയിൽ ഈ വണ്ടർഫോൾസിനകത്ത് ഉപയോഗിച്ചിരുന്ന ടാങ്കുകളിലെ വെള്ളത്തിൽ ഉൾപ്പെടെയാണ് കോളിഫോം ബാക്ടീരിയ 100 ml 1000 ml അവിടെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കൃത്യമായ ശുചീകരണം നടത്താതെ അത് പുറത്തേക്ക് ഒഴുക്കരുത് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ കായൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെതുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ഏജൻസി പരിശോധിച്ച ആ റിപ്പോർട്ട് എന്തെന്ന് പോലും തേടാൻ ഈ ഭരണ സംവിധാനങ്ങൾ ഒന്നും തയ്യാറായിട്ടില്ല. കാരണം 30 ലക്ഷത്തിന് രൂപ മേൽ പോർട്ട് ഈ ഒരു പ്രദർശനത്തിനായി ഈടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭ വിനോദ നികുതി ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നഗരസഭാ ചെയർപേഴ്സന്റെ അടക്കം സാന്നിധ്യത്തിൽ വന്ന് നടത്തിയ പരിശോധനയിൽ, ആ ഒരു സർക്കാരിന്റെ അംഗീകൃത ഏജൻസി നടത്തിയ പരിശോധനയിൽ ആ റിപ്പോർട്ട് എന്ത് എന്നുള്ള ഒരു തേടൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ JCB ഉപയോഗിച്ച് ഇത് ഇപ്പോൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടുള്ളത്. ഈ വെള്ളം, അതിനകത്ത് കരുതിയിരുന്ന വെള്ളം മുഴുവൻ കടൽ തീരത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പോർട്ട് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ റിപ്പോർട്ടിൽ നിന്ന് അവിടെ ഗുരുതര മലിനീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. എന്നാൽ അതിൽ തുടർ നടപടി എന്തു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി അവിടെ നിൽക്കുകയാണ്. അതിനുമേൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ പാലക്കാട് സ്വദേശിയായ വ്യക്തി ലൈസൻസി ആണെന്ന് മാത്രമേ ഉള്ളൂ. അയാൾക്ക് 1 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ള ആളുകളുടെ പിന്തുണയിലാണ്, നഗരസഭ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോബിയുടെ പിന്തുണയിലാണ് ഇവിടെ നടന്ന അശാസ്ത്രീയമായുള്ള വിശദമായി തന്നെ ഈ വാർത്ത എടുക്കുന്നതായിരിക്കും. എന്തായാലും ഗുരുതരമായ മലിനീകരണം സംഭവിച്ചിട്ടുണ്ടെന്നായിട്ടുള്ള തുറമുഖ വകുപ്പിന്റെ കത്തും കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയ്ക്ക് കൂടുതൽ നീങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും ഫോളോ അപ്പും. എന്തായാലും നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് നീങ്ങും. തിരുവല്ല സ്വദേശിനി കാവ്യയുടെ പിറന്നാളാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് ഭർത്താവ് സച്ചുവും അമ്മ റജിയുമാണ്. രാവിലെ അങ്ങനെ പൂർണ്ണമാകും. നമ്മളൊരു ഇടവേളയ്ക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് ഫുട്ബോൾ വാർത്തകളുമായി എൽദോ ചേരും. നമസ്കാരം.